ഹലോ, നമുക്ക് അടിപൊളിയായിട്ട് ഈത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് അതിൻ്റെ നടും മുറിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ലേശം അപ്പക്കാരവും ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കുറച്ച് മധുരത്തിന് പഞ്ചസാരയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കലക്കി റെഡിയാക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ്. അതിനായിട്ട് തേങ്ങ കുറച്ച് ചിരകിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ഫില്ലിങ്സ് തേങ്ങയും പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഈത്തപ്പഴത്തിലേക്ക് നിറച്ചിട്ട് മുക്കി പൊരിക്കുകയാണ് ചെയ്യാറുള്ളത് മാവിലേക്ക്. ഈത്തപ്പഴം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം. ആർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ് ഈത്തപ്പഴം പൊരിച്ചത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. മാവിൽ വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി പൊരിച്ച് വന്നാൽ നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പരുവത്തിലായിട്ട് വേണം നമുക്ക് മാവ് റെഡിയാക്കാനായിട്ട്. ഇനി ഞാൻ ഓരോ ഈത്തപ്പഴം നടു പൊളിച്ചതിലേക്ക് ഈ തേങ്ങയും പഞ്ചസാരയും കൂടി ചേർത്ത മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പം എല്ലാ ഈത്തപ്പഴവും നമുക്ക് ഇതുപോലെ നിറച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള ഓയിലോ വെളിച്ചെണ്ണോ എന്താ വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ തേങ്ങ നിറച്ച് വെച്ച ഈത്തപ്പഴം നമുക്ക് മൈദമാവിൽ മുക്കി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം മാവും ഫില്ലിങ്സ് റെഡിയാക്കിയ മാവിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് നിറച്ച് മാവ് ഓയിലിലിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം. അല്ലാതെ എല്ലാതും കൂടി ഒന്നിച്ച് നമുക്ക് മാവിൽ മുക്കി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഒന്നിച്ച് നമുക്ക് പൊരിച്ചെടുക്കും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഈസി അനുസരിച്ച് ഐഡിയ പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്കൊരു 5-6 ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചട്ടിക്ക് അനുസരിച്ച് നമുക്ക് എത്ര ഇട്ട് കൊടുക്കാം. നമ്മുടെ എൻ്റെ ഈ ചട്ടിയിൽ ഒരു 5-6 ഒറ്റയടിക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പം എല്ലേതും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല റൗണ്ട് ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊളിച്ച് നോക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള വളരെ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പം ഇതിങ്ങനെ പൊളിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ തേങ്ങയും ഈത്തപ്പഴമൊക്കെ കൂടിയുള്ള ടേസ്റ്റ് എൻ്റെ റബ്ബേ പറയണ്ട, അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും കുറ്റായാലും നല്ലതായാലും നിങ്ങൾ അറിയിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.